ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആയിരിക്കും കാണിക്കുക. ഫ്ലൈറ്റിലിരുന്ന് ആ ഒരു വില്ലൻ അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം ജീനിസ്റ്റ് ആണെങ്കിൽ ടി വിയിൽ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആക്ച്വലി ജീനിസ്റ്റ് മരിച്ചു പോയെന്നാണ് ആ ഒരു വില്ലൻ അവൻ കരുതിയിരിക്കുന്നത്. ഓക്സ് ആദ്യം ജീനിസ്റ്റ് മരിച്ചു പോയെന്നുള്ള കാര്യം അവനെയാണ് കാണിച്ചു കൊടുത്തത്. ജീനിസ്റ്റ് ആണെങ്കിൽ അവന്റെ ആ ഒരു പവർ, ഫൈബർ പവർ അതുപയോഗിച്ച് ഇപ്പോ എൻഡവറിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച ആ ഒരു ഡോബി വില്ലനെ ആദ്യം അങ്ങനെ റൗണ്ട് ചെയ്ത് പിടിക്കും. അതിനുശേഷം ആ ഒരു ട്രൈബ് വില്ലനെ അങ്ങനെ ഓരോരുത്തരായിട്ട് അവർ ലോക്ക് ചെയ്യും. ഞാനാണ് മരിച്ചുപോയെന്ന് കരുതിയ സാക്ഷാൽ ജീനിസ്റ്റ്. ഇന്നു മുതൽ ഞാൻ എന്റെ ഡ്യൂട്ടി അത് ആരംഭിക്കുകയാണ്. ലീഗ് ഓഫ് വില്ലൻസിനെ ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല എന്ന് അവൻ തീർത്തു പറയും. ഡോബിക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഓക്സ് ഇവനെ കൊന്നുവെന്ന് പറഞ്ഞ് അവന് കാണിച്ചു കൊടുത്തതാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഒരു സെക്കൻഡ് അവൻ വണ്ടറടിക്കും. അതിനുശേഷം തീർത്തു പറയും, നീ ഇപ്പൊ തിരിച്ചു വന്നെന്ന് കരുതി ഞാൻ പറഞ്ഞത് അത് സത്യമല്ലാതാവുന്നില്ല. പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ഫയർ പവർ ഉപയോഗിച്ച് ആ ഒരു ഫൈബർ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അത് ഒരുക്കി പോവില്ല. ആ സമയം ടോഡ്രോക്കി ആണെങ്കിൽ വലിയൊരു ഫയർ പവറുമായിട്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ ചാടി വരും. ഇവിടെ ലീഗ് ഓഫ് വില്ലൻസ് ആണെങ്കിൽ ഇപ്പൊ ട്രൈബ് മാന്റെ അവസ്ഥ കണ്ട് ഷോക്ക് ആവുകയാണ്. കാരണം കുറച്ചു മുൻപ് വരെ വളരെ പവറായിട്ട് നിന്നവന് ഇപ്പോ ആ ഒരു ഫൈബർ പവറിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോലും കഴിയുന്നില്ല. അവനവന്റെ ട്രാൻസ്ഫർമേഷനിലൊക്കെ വളരെ പവർഫുൾ ആയിട്ട് കടന്നു വന്ന് ഡബോറയെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. ആ ഒരു മിഷൻ അത് കംപ്ലീറ്റ് ആയെന്ന് വിശ്വസിച്ച് അവൻ അവന്റെ ബാക്ക് ടു നോർമൽ സ്റ്റേജിലേക്ക് വന്നു. ഇപ്പൊ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് ചെയ്യാനായിട്ട് അവനെ കൊണ്ട് കഴിയുന്നില്ല. കാരണം അവൻ ഡബോറയുടെ അണ്ടറിലാണ്. ഡബോറയും അവന്റെ ഉള്ളിൽ ആൽഫാർ വണ്ണുമാണ് അവനെ നിയന്ത്രിക്കുന്നത്. സോ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മാത്രമേ ഒരു പപ്പടിനെ പോലെ അവന് പ്രവർത്തിക്കാനായിട്ട് കഴിയൂ. ഇതൊക്കെയാണെങ്കിൽ ഇവിടെ അനക്കമില്ല. അത് കണ്ട പച്ചത്തലയും വില്ലനാണെങ്കിൽ അവന്റെ അടുത്തേക്ക് വന്ന് ഡോമറെ എഴുന്നേൽപ്പിക്കും. ഡോമറ, നീ കണ്ണു തുറക്ക്, കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവാണ്. എത്രയും വേഗം ട്രൈബ് മാനെ നീ കണ്ണു തുറന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെല്ലാവരും വലിയ ട്രാപ്പിൽ പെടും. ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ സമയമായെന്ന് പറയുമ്പോഴായിരിക്കും അവന്റെ തൊട്ടുപുറകിൽ ഇപ്പൊ നെജിറയെ കാണുക. നെജിറ ആണെങ്കിൽ കറങ്ങി വന്ന് ഒറ്റ അടി കൊടുക്കും. ആ ഒരു അടിയിൽ അവൻ അങ്ങനെ കറങ്ങി തെറിച്ചു പോവാണ്. പിന്നെ ഡാബി ആണെങ്കിൽ അവളെ അടിച്ച് തെറിപ്പിക്കുകയാണ്. അത് കണ്ട ലിഡ ആണെങ്കിൽ അവളെ ക്യാച്ച് ചെയ്യും. ഡാബി ആണെങ്കിൽ എൻഡവറിനെ വെല്ലുവിളിക്കും, നീ കണ്ടോ, നിന്റെ ടീമിലുള്ള ഒരു പെണ്ണിനെ ഞാൻ അടിച്ച് തെറിപ്പിച്ചു, ഇപ്പൊ എന്തു പറ്റി, പ്രത്യേകിച്ചൊന്നും ചെയ്യാത്തത്, നിനക്ക് എന്നെ അറ്റാക്ക് ചെയ്യാൻ തോന്നില്ലേ ചോദിക്കും. എൻഡവറിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടേ എന്താ പറയണ്ടേന്ന് അറിയാത്തൊരവസ്ഥ. അവനാണെങ്കിൽ അവന്റെ ഫയർ പവർ ഉപയോഗിച്ച് ആ ഒരു ഫൈബർ തന്നെ കത്തി എരിയിച്ച് കളയാണ്. ഇസുക്കുപ്പൈനാണെങ്കിൽ ബോഡിയിൽ ഓൾറെഡി ഒരുപാട് പരുക്ക് പറ്റിയതുകൊണ്ട് അവനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ടോഡ്രോക്കിക്കാണെങ്കിൽ അത്രയും പവറിൽ ഫയർ പവറോ കോൾ പവറോ ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. സോ ഇവിടെ ജീനീസ് ആണെങ്കിൽ വേറെ വഴിയില്ലാതെ വീണ്ടും ആ ഒരു ഫൈബർ ഉപയോഗിച്ച് അവനെ ലോക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ജീനിസ്റ്റ് ആണെങ്കിൽ ആ ഒരു പവർ ഉപയോഗിക്കും തോറും അവന്റെ ബോഡിയിൽ നിന്ന് ചോര അങ്ങനെ തുളുമ്പുകയാണ്. അതേസമയം ഡബോറ ആണെങ്കിൽ പതിയെ കണ്ണു തുറന്ന് പഴയ കാര്യങ്ങൾ ആലോചിക്കും. എല്ലാം നശിക്കണം, എല്ലാം നശിപ്പിക്കണമെന്ന് അവനിപ്പോ ആ ഒരു ട്രൈബ് മാനെ നോക്കി പറയാണ്. അടുത്ത നിമിഷം ഇൻസ്ട്രക്ഷൻ കിട്ടിയ ട്രൈബ് മാൻ ആണെങ്കിൽ അങ്ങനെ നിലവിളിച്ച് ആ ഒരു ഫൈബർ അങ്ങനെ കുറേശ്ശെ തകർത്ത് പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം അവനിപ്പോ ഇൻസ്ട്രക്ഷൻ ഡബോറയുടെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ പച്ചപ്പെണ്ണും ടീമും അവരാണെങ്കിൽ ഒരുപാട് നോമൂസുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അവരെ ഞെട്ടിച്ചുകൊണ്ട് ആ നോമൂസ് ആണെങ്കിൽ ഇപ്പോ ഡബോറ ഉള്ള ആ ഒരു ഡയറക്ഷൻ നോക്കി പറന്നു പോകാനായിട്ട് തുടങ്ങും. അവൾക്കാണെങ്കിൽ കാര്യം മനസ്സിലാവും. അവൾക്ക് ആ ഒരു കാര്യം നമ്മുടെ ആൾക്കാരെ ഇൻഫോം ചെയ്യാനായിട്ട് കഴിയുന്നില്ല. കാരണം നെറ്റ്വർക്ക് സിസ്റ്റം എല്ലാം തന്നെ ഡബോറ നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ നോമൂസിനെ തടയണമെന്ന് അവൾ ചിന്തിച്ചു നിൽക്കുന്ന അതേ സമയം വലിയൊരു നോമുവിനെ അവളുടെ കൺമുമ്പിൽ വെച്ച് ആരോ ഒരാൾ തകർത്ത് കളയും. അവളാണെങ്കിൽ ഷോക്കായിട്ട് അത് ആരാണെന്ന് നോക്കും. ഇവിടെ ആ ജീനിസ്റ്റ് ആണെങ്കിൽ അവന്റെ ഫൈബർ പവർ ഉപയോഗിച്ച് മാക്സിമം ആ ട്രൈബ് മാനെ ഇറക്കി പിടിക്കുകയാണ്. പക്ഷെ ട്രൈബ് മാൻ ആണെങ്കിൽ അവന്റെ പവർ കൂട്ടിക്കൊണ്ട് വന്നുകൊണ്ടേയിരിക്കും. സോ ജീനിസ്റ്റ് അവന്റെ പവർ കൂടുതൽ കൊടുക്കും തോറും അവന്റെ കൺട്രോൾ പോയി ഇവിടെ മൂക്കിലൂടെയും ചോര ഒഴുകും. മറ്റൊരു ഭാഗത്ത് ടോഡ്രോക്കി ആണെങ്കിൽ അവന്റെ ചേട്ടൻ ടോബിയെ നോക്കും. നീ ഈ വില്ലന്മാരെ സപ്പോർട്ട് ചെയ്യാണല്ലേ, ഒരു കാരണവശാലും ഞാൻ അതിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവന്റെ ചേട്ടന് നേരെ തിരിയും. ഇവിടെ ടോബി ആണെങ്കിൽ ഒരു കാര്യം അത് ഉറപ്പിക്കും, അവൻ എങ്ങനെയെങ്കിലും എൻഡവറിനെ മാനസികവും ശാരീരികവുമായിട്ട് ഇല്ലാതാക്കണം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ എക്സ്പെക്ടഡ് ചൈൽഡാണ് ടോഡ്രോക്കി. ഫയറും ഐസ് പവറും ഇത് രണ്ടും ഒരുമിച്ച് കിട്ടിയ ഒരേ ഒരാള്. സോ ഇവനെ കൊന്നു കളഞ്ഞ അദ്ദേഹത്തെ മാനസികമായിട്ട് തകർക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ ഡോബി ആണെങ്കിൽ ടോഡ്രോക്കിക്ക് നേരെ തിരിയും. മറ്റൊരു ഭാഗത്ത് ലീഗ് ഓഫ് വില്ലൻസ് ആണെങ്കിൽ ആ ട്രൈബ് മാനെ ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കും. ആ സമയം നോമോസ് അവിടേക്ക് വരികയാണ്. അതുകൊണ്ട് ലീഗ് ഓഫ് വില്ലൻസിനാണെങ്കിൽ ഡബിൾ ഹാപ്പി. ഇവിടെ ജീനിസ്റ്റിനും നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും അവരുടെ ഹോപ്പ് പതിയെ കുറഞ്ഞു വരും. ഇവിടെ ഹീറോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ലാസ്റ്റ് ടൈം ഉണ്ടായ അറ്റാക്കിൽ അവന്റെ കൈയും കാലും ഒക്കെ തകർന്നു കിടക്കുകയാണ്. ഒരു കൈയും കാലും പോലും ഇല്ല പരിക്കുകൾ പറ്റാതെ. സോ അവനാണെങ്കിൽ ഇഴഞ്ഞഴിഞ്ഞ് ജീനിയസിന്റെ അടുത്തേക്ക് വരും. നോമൂസ് ആണെങ്കിൽ ജീനിയസിനെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് മനസ്സിലാക്കി അവനാണെങ്കിൽ സഹായത്തിന് വേണ്ടി കേഴുകയാണ്. അടുത്ത നിമിഷം ആ ലെമിനിയൻസ് അവനാണെങ്കിൽ അവിടേക്ക് ഒരു സ്റ്റൈലിന് എൻട്രി കൊടുത്ത് ഇപ്പൊ നോമൂസിന് അറഞ്ചം പുറഞ്ചം തല്ലി കൊല്ലും. മിലിയൻ ആണെങ്കിൽ മാസ്റ്റർ ആൽമൈറ്റിന്റെ ഫാനാണ്. അവൻ അവിടേക്ക് ചാടി വീണ് ആ നോമോസിനെ എല്ലാം തല്ലിക്കൊല്ലുന്നത് കാണുമ്പോൾ നമ്മുടെ ഹീറോ പയ്യൻ ഇസുക്കിനാണെങ്കിൽ ഒരുപാട് സന്തോഷം.
ഹീറോ ആണെങ്കിൽ നിനക്ക് നിന്റെ പവർ അതെങ്ങനെ തിരികെ കിട്ടിയും ചോദിക്കും. അതിനവൻ പറയും, ആ വില്ലന്മാർ എന്റെ പവർ ഇറേസ് ചെയ്തതായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ആ ഒരു എറി പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. അവൾ അവളുടെ പവർ കൺട്രോൾ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ലിസാർഡിന്റെ അറ്റുപോയ വാല് അത് റീജനറേറ്റ് ചെയ്യിപ്പിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സോ എന്റെ പ്രശ്നം ഞാൻ അവളെ അറിയിച്ചു. എന്റെ പവർ എനിക്ക് നഷ്ടപ്പെട്ടു. അതെങ്ങനെയെങ്കിലും തിരികെ എടുത്ത് ഞാൻ പോകുന്ന ആ വലിയ യുദ്ധത്തിൽ എനിക്ക് അവരെ സഹായിക്കണം എന്ന് ഞാൻ അവളോട് പറഞ്ഞു. അവനാണെങ്കിൽ അവന്റെ അവസ്ഥയെല്ലാം അവളോട് തുറന്നു പറഞ്ഞ് അവളോട് കെഞ്ചു. ഉടനെ അവളാണെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. സത്യത്തില് ഇതുപോലുള്ള അവസ്ഥയിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ട്രെയിൻ മുഴുവൻ എടുക്കുന്നതെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവന്റെ പവർ അവനിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരും. കട്ട് ചെയ്ത പ്രസന്റിൽ അവനാണെങ്കിൽ ആ നോമോസിനെ അറിഞ്ഞും പുറഞ്ഞു തല്ലും. അവനാണെങ്കിൽ നന്നായിട്ട് അറിയാം അവനെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ നോമോസിനെ മുഴുവൻ തകർത്തിടാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയും. ഉടനെ കച്ചാപ്പയ്യനാണെങ്കിൽ എന്നെ സഹായിക്കാനായിട്ട് മുകളിലേക്ക് അങ്ങനെ പറന്നു വരികയാണ്. കച്ചാപ്പയ്യനാണെങ്കിൽ അവന്റെ പവർ ഇപ്പൊ പഴയതുപോലെയല്ല. അതിലെന്തോ ഒരു ചേഞ്ച് സംഭവിച്ചതായിട്ട് മനസ്സിലാവും. ഒരു നോമോനെ അവനാണെങ്കിൽ അടിച്ച് താഴെയിടും. അതിനുശേഷം ബാക്കിയുണ്ടായിരുന്ന 2 നോമോസിനെ കൂടെ അവൻ അറിഞ്ഞു പുറഞ്ഞ് തല്ലുകയാണ്. ലിഡ ആണെങ്കിൽ ഷോക്കാവും. അവന്റെ കണ്ണ് തെറ്റിയ ഒരു സെക്കൻഡ്, ആ ഒരു സെക്കൻഡിലാണ് അവരിതെല്ലാം ചെയ്തത്. മറ്റൊരു ഭാഗത്ത് ജീനിയസ് പെണ്ണ്, അവളുടെ ബോഡിയിലും ഒരുപാട് പരിക്കൊക്കെ പറ്റിയെങ്കിലും അവളും വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്യാൻ മുകളിലേക്ക് പറന്നു വരും. ഇവിടെ കച്ചാപ്പയ്യനാണെങ്കിൽ ജീനിയസിനെ കാണുകയാണ്. ജീനിയസ് ആണെങ്കിൽ അവസാനമായിട്ട് പറഞ്ഞത്, നിന്റെ ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നീ നല്ലൊരു വാരിയർ ആയതിനു ശേഷം നിനക്കൊരു നല്ല സൂപ്പർ ഹീറോ നെയിം അത് കണ്ടെത്തണം. അതിനുശേഷം നീ അതിനോട് പറയണമെന്നാണ്. ജീനിയസ് ആണെങ്കിൽ കച്ചാപ്പയ്യനോട് ചോദിക്കും, എന്തു പറ്റി, നല്ലൊരു പേര് നിനക്ക് ഫൈൻഡ് ചെയ്യാൻ കഴിഞ്ഞോ? അതിനവൻ പറയും, ഇതുവരെ ഞാൻ വെച്ചതൊക്കെ ടെമ്പററി പേരായിരുന്നു. എന്നാൽ ഇപ്പൊ ഞാനൊരു നല്ല പേര് അത് കണ്ടെത്തി കഴിഞ്ഞു. ഗ്രേറ്റ് എക്സ്പ്ലോഷർ ഡൈനാമിക് മർഡർ ഗാർഡ്, അതാണ് ഇന്നു മുതൽ എന്റെ പേരെന്ന് പറയും. അത് കേട്ട ആളും അവിടെ ഉണ്ടായിരുന്ന വില്ലന്മാര് പോലും ഒരു സെക്കൻഡ് ഞെട്ടും. ഈ പേര് പഠിച്ചെടുക്കാൻ തന്നെ ഒരാഴ്ച അവർക്ക് ആവശ്യമാണ്. കട്ട് ചെയ്ത ആ മെയിൻ വില്ലൻ അവനാണെങ്കിൽ ഇപ്പൊ അനക്കമൊന്നുമില്ല. അതേസമയം ഇവിടെ ടോട്ടറോക്കി ആണെങ്കിൽ അവന്റെ ബ്രദറുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഉടനെ അവന്റെ ബ്രദർ ആണെങ്കിൽ ഇപ്പൊ ടോട്ടറോക്കിയെ ചുരുട്ടി അങ്ങ് പിടിക്കും. വാവ്, കരുതിയതുപോലെയല്ല, പഴയതിനെ കഴിഞ്ഞും നീ ഒരുപാട് ഡെവലപ്പ് ആയിരിക്കുകയാണ് ടോട്ടറോക്കി. നീ ശരിക്കും നിന്റെ അച്ഛന്റെ എക്സ്പെക്റ്റുകൾക്കൊപ്പം വളർന്നിരിക്കുകയാണ്. എന്റവർ ആഗ്രഹിച്ച ഒരു പെർഫെക്റ്റ് രൂപമാണ് നീ. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുൻപിൽ വെച്ച് നിന്നെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ എൻഡവറിനെ കത്തിക്കാനായിട്ട് തീരുമാനിക്കും. അത് കണ്ട് നമ്മുടെ ഇസുക്ക് പയ്യനാണെങ്കിൽ ഇപ്പൊ ബ്ലാക്ക് വെബ് ഉപയോഗിച്ച് രണ്ടുപേരെയും 2 ഭാഗത്തേക്ക് പിരിച്ചു വിടുകയാണ്. യുടെ കയ്യിൽ നിന്നും ഉറാറക്കയുടെ കയ്യിൽ നിന്നും പഠിച്ചെടുത്ത ടെക്നിക്ക് അതുപയോഗിച്ചാണ് ഇപ്പൊ നമ്മുടെ ചെക്കൻ ടോട്ടറോക്കിയെ സേവ് ചെയ്തത്. ആക്ച്വലി അവന്റെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് ഇപ്പൊ എഴുന്നേക്കാനായിട്ട് കഴിയില്ല. ഇവിടെ ആ വില്ലനാണെങ്കിൽ ഒരുപാട് ദേഷ്യം തോന്നും. ഇവയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, മറ്റുള്ളവരുടെ ഫാമിലി ഇഷ്യൂവില് അതിൽ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഫയർ പവർ വെച്ച് ഇപ്പൊ ഹീറോയെ അറ്റാക്ക് ചെയ്യും. അതിനവൻ പറയും, ടോട്ടറോക്കി എന്റെ ഫ്രണ്ടാണ്, എന്റെ ബ്രദറിനെ പോലെയാണ്. എൻഡവർ അദ്ദേഹം എന്റെ മാസ്റ്ററാണ്. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. നീ പറഞ്ഞത് ശരിയാണ്, പാസ്റ്റ് ആർക്കും ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയില്ല. എന്നാൽ പ്രസന്റിലും ഫ്യൂച്ചറിലും ആ തെറ്റ് തിരിച്ചറിഞ്ഞ് തിരുത്താനുള്ള മനസ്സാണ്, അതാണ് ഏറ്റവും വലിയ മനസ്സ് എൻഡവറിനുണ്ട്. സോ ഉറപ്പായാലും ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയും. എൻഡവർ ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. അവന്റെ മുൻപിൽ തരിച്ചുപോയ എൻഡവറിന് ഇപ്പോ നമ്മുടെ ഹീറോയുടെ വാക്കുകൾ ഒരു പ്രചോദനം ഏകുകയാണ്. അതേസമയം ആ ട്രൈബ് മാൻ ആണെങ്കിൽ ആ ഒരു ഫൈബറുകളെല്ലാം പൊട്ടിച്ച് മുകളിലേക്ക് വരികയാണ്. ജീനിയസ്റ്റ് ആണെങ്കിൽ വീണ്ടും ഫൈബർ ഉപയോഗിച്ച് അവനെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അവനെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോഴാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് എൻഡവർ അദ്ദേഹത്തിന്റെ ഫയർ പവറുമായിട്ട് മുകളിലേക്ക് ഇപ്പൊ അങ്ങനെ പറന്നു വരിക. എൻഡവർ ആണെങ്കിൽ ആളുടെ ഫുൾ സ്ട്രെങ്ത്തിൽ ഇപ്പൊ ആ ട്രൈബ് മാനെ ആഞ്ഞടിക്കും. കൊടുത്ത എൻഡവർ ആണെങ്കിൽ ആളുടെ പവർ നഷ്ടപ്പെട്ട് താഴേക്ക് വീഴുകയാണ്. അതേസമയം ആ ഒരു ട്രൈബ് മാൻ അവനും ബോധം കെട്ട് താഴേക്ക് വീഴും. സത്യത്തിൽ എൻഡവറിന്റെ ആ ഒരു അടിയിലാണ് നമ്മുടെ മോമോ പെണ്ണ് ടീമും അതിന്റെ വയറ്റിലേക്ക് ഇട്ട് കൊടുത്ത ആ ഒരു മയക്കുമരുന്ന് ഇപ്പൊ വർക്കൗട്ട് ആയത്. സോ ആ മരുന്നിന്റെ എഫക്റ്റിലും അതുപോലെ തന്നെ എൻഡവറിന്റെ അടിയിലും ഇപ്പൊ ബോധം കെട്ട് ട്രൈബ് മാൻ താഴേക്ക് അടിച്ചു വീഴും. ട്രൈബ് മാൻ ആണെങ്കിൽ താഴേക്ക് വീഴേണ്ട താമസം ജീനിയസ്റ്റ് ആണെങ്കിൽ വീണ്ടും ആ ഫൈബർ ഉപയോഗിച്ച് അവനെ പൂർണ്ണമായിട്ട് ലോക്ക് ചെയ്യും. അതേസമയം ടോട്ടറോക്കിയും അവന്റെ ചേട്ടൻ ഡാബിയും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഡാബിയാണെങ്കിൽ അവന്റെ ഫയർ പവർ അങ്ങനെ കൂട്ടി കൊണ്ടുവരാണ്. ടോട്ടറോക്കിക്കാണെങ്കിൽ ആ ഫയർ പവറിന്റെ ചൂടിൽ അതിൽ നിൽക്കാനായിട്ട് കഴിയില്ല. അവനൊരു ഐസ് ക്രിയേറ്റ് ചെയ്യും, പക്ഷെ അത് സെക്കൻഡുകൾ കൊണ്ട് ഉരുകിപ്പോകും. അതേസമയം ഇവിടെ ലെവലിയൻ ആണെങ്കിൽ ആ ഒരു മോമോസുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഇവിടെ ടോട്ടറോക്കിയും അവന്റെ ചേട്ടനും അവർ റെഡും ബ്ലൂവും ഫയർ ഉപയോഗിച്ച് പരസ്പരം പോരാടും. ചപ്പൈനാണെങ്കിൽ ഇവിടെ ജീനിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യും. ജീനിസ്റ്റ് ആണെങ്കിൽ ഒരു വിധത്തിൽ ആ ഒരു ട്രൈബ് മാനെ ഇറക്കി കെട്ടിയതിനു ശേഷം ലീഗ് ഓഫ് വില്ലൻസിനെ ഓരോരുത്തരായിട്ട് ലോക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ആ ലീഗ് ഓഫ് വില്ലൻസ് ആണെങ്കിൽ അപ്പോഴും വിടാതെ ആ ട്രൈബ് മാനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് കണ്ട ജീനിസ്റ്റ് ആണെങ്കിൽ അവന്റെ കഴുത്തിൽ അങ്ങനെ ഫൈബർ ഇട്ട് മുറുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.